വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമവിധിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ്. ആരൊക്കെ ശിക്ഷിക്കപ്പെടും, ആരൊക്കെ അഴിക്കുള്ളിലാകും? ഏതായാലും പി ടി തോമസും സംവിധായകൻ ബാലചന്ദ്രകുമാറും, ആ രണ്ട് പേരുകൾ കൂടിയും ഇപ്പോൾ ചർച്ചയാക്കുകയാണ് കേരളം. പി ടി തോമസ് ML എന്ന കോൺഗ്രസ് നേതാവിന്റെ അതിശക്തമായ ഇടപെടലുകൾ, ബാലചന്ദ്രകുമാറിന്റെ അതിശക്തമായ നീക്കങ്ങൾ, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടിക്ക് വലിയ പിന്തുണയുമായി ഉറച്ചുനിന്ന രണ്ടുപേരും ഇപ്പോൾ ജീവനോടെ ഇല്ല. പക്ഷേ വിധി കേൾക്കാൻ രണ്ടുപേരും ഇല്ലെങ്കിലും രണ്ടുപേരുടെയും നിയമ പോരാട്ടങ്ങൾ, രണ്ടുപേരുടെയും നടിക്ക് നൽകിയ പിന്തുണ കേരളം ചർച്ചയാക്കുകയാണ്. പോലീസിനെ വെട്ടിച്ചത് 4 തവണ, പിന്നാലെ കീഴടങ്ങുമെന്ന രഹസ്യവിവരം. ഒടുവിൽ പ്രതികളെ കോടതി മുറിയിൽ നിന്നും സിനിമാ സ്റ്റൈലിൽ പിടികൂടി. കേരള പോലീസിന് മുൻപിൽ കേരള സമൂഹം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച നിമിഷമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ മുഖ്യപ്രതി NS സുനിൽകുമാറിന്റെ, പൾസർ സുനിയുടെയും കൂട്ടാളി തലശ്ശേരി സ്വദേശി വിജീഷിന്റെയും അറസ്റ്റ്. 2017 ഫെബ്രുവരി 17 രാത്രിയുണ്ടായ കുറ്റകൃത്യത്തിലെ മുഖ്യപ്രതി സുനിൽകുമാർ അറസ്റ്റിലാവുന്നത് 23-നാണ്. ഈ ദിവസങ്ങൾക്കിടയിൽ 4 തവണ പ്രതികൾ പോലീസിനെ വെട്ടിച്ചു കടന്നിരുന്നു. പ്രതികൾ എറണാകുളത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങുമെന്ന രഹസ്യവിവരത്തെ തുടർന്ന് MG റോഡ്, പാർക്ക് അവന്യൂ, ഷൺമുഖം റോഡ്, ബാനർജി റോഡ്, SA റോഡ് എന്നിവിടങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. എന്നിട്ടും കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞപ്പോൾ പ്രതികൾ രണ്ടുപേരും പോലീസിനെ കബളിപ്പിച്ച് കോടതിയുടെ ഉള്ളിലെത്തി. പ്രതിഭാഗം അഭിഭാഷകർ അഭിഭാഷക വേഷത്തിൽ അവരുടെ വണ്ടിയിൽ പ്രതികളെ കോടതി വളപ്പിൽ എത്തിച്ചെന്ന രഹസ്യവിവരത്തെ തുടർന്ന് അന്നത്തെ സെൻട്രൽ SI A അനന്തലാലും സംഘവും കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രതികൾ കോടതിക്കുള്ളിൽ കയറിയിരുന്നു. സിനിമാ സ്റ്റൈലിൽ കോടതി മുറിയിൽ കയറിയാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിഭാഗം അഭിഭാഷകർ പ്രതിഷേധിച്ചെങ്കിലും മജിസ്ട്രേറ്റ് കോടതി മുറിയിൽ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നടപടിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്നായിരുന്നു ജുഡീഷ്യറിയുടെ പൊതുവായ നിലപാട്. വിധി കേൾക്കാനില്ല, ജീവനോടെയുള്ളതുവരെ മോൾക്കൊപ്പമുണ്ടാകും. കേസിന്റെ ഗതി തിരിച്ച ആ 2 പേർ, പക്ഷേ ഇന്ന് അവർ വിധി കേൾക്കാനില്ല. അന്തരിച്ച മുൻ MLA പി ടി തോമസും സംവിധായകൻ ബാലചന്ദ്രകുമാറും നടി ആക്രമണ കേസിൽ നടത്തിയത് നിർണായക ഇടപെടലുകൾ. നടിയെ പീഡിപ്പിച്ച കേസിൽ അന്വേഷണ ഘട്ടത്തിലും സാക്ഷ്യ വിസ്താരത്തിലും അതിജീവിതയ്ക്ക് ഏറ്റവും അനുകൂലമായി നിലപാടെടുത്ത 2 പേർ കേസിന്റെ അന്തിമവിധി കേൾക്കാനില്ല. പി ടി തോമസ് MLAയും സംവിധായകൻ ബാലചന്ദ്രകുമാറും കുറ്റകൃത്യത്തിന് ഇരയായ നടി അന്ന് രാത്രി സഹായം ചോദിച്ചെത്തിയത് നടനും സംവിധായകനുമായ ലാലിന്റെ വീട്ടിലാണ്. ലാലിന്റെ ഉടമസ്ഥതയിലുള്ള ലാൽ മീഡിയയിൽ സിനിമയുടെ ഡബ്ബിംഗ് ആവശ്യത്തിനു വേണ്ടി തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരും വഴിയാണ് നടിക്ക് ദുരനുഭവം ഉണ്ടായത്. പി ടി തോമസ് വിവരം അറിയുകയും അന്നത്തെ എറണാകുളം റേഞ്ച് IG P വിജയനെയും സിറ്റി പോലീസ് കമ്മീഷണർ MB ദിനേശിനെയും ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചു. ഉടൻ ഒരു മുതിർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ നേരിട്ട് വിട്ട് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. പി ടി തോമസ് ഇടപെട്ടതോടെ കേസിന്റെ ഗതി തന്നെ മാറി. ജീവനോടെയുള്ളതുവരെ മോൾക്കൊപ്പം ഉണ്ടാകും, ധീരമായി പോരാടണം. രാത്രി 9:30 എറണാകുളം നഗരത്തിൽ മോളെപ്പോലെ ഒരാൾക്കെതിരെ ഇതുണ്ടായത്. അപ്പോൾ നമ്മുടെ സാധാരണ പെൺകുട്ടികളുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടോ? ഏതറ്റം വരെ പോകാനും ഒപ്പമുണ്ടാകുമെന്നാണ് PT എന്ന് പറഞ്ഞത്. കേസിലെ കുറ്റകൃത്യത്തിന് ആവശ്യത്തിലധികം തെളിവുണ്ടെങ്കിലും അതിനു പിന്നിലെ ഗൂഢാലോചനയുടെ കാര്യത്തിലേക്ക് ബലപ്പെട്ട തെളിവുകൾ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. അതിന്റെ കുറവ് നികത്തിയത് വിചാരണ പാതിവഴി പിന്നിട്ട ഘട്ടത്തിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. ഈ മൊഴികൾ ദിലീപിനെയും ഒപ്പമുള്ളവരെയും പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു. അതോടെ സാക്ഷി വിസ്താരം നിർത്തിവെച്ച തുടരന്വേഷണം നടത്താൻ വിചാരണ കോടതി അനുവദിച്ചു. ഈ അന്വേഷണത്തിലാണ് ദിലീപിന്റെ സുഹൃത്തും ആലുവയിലെ വ്യവസായിയുമായ G ശരത്തിനെ 13-ാം പ്രതിയാക്കി കുറ്റപത്രം പുതുക്കി വിസ്താരം പുനരാരംഭിച്ചത്.